ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതൽ സ്റ്റുഡൻസ് അബ്രോഡ് പോകാനായിട്ട് പലരും പൊയ്ക്കൊണ്ടിരിക്കുക അല്ലെ. ഇതിപ്പോൾ ഒരു മാർക്കറ്റിലൊരു ട്രെൻഡാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റിലെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കോഴ്സസ് എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ജോബ് കിട്ടുന്നുണ്ടോ? കാര്യം എത്ര പേർക്കാണ് പുറത്തു പോയിട്ട് ജോബ് കിട്ടുന്നത്? അവർ പഠിച്ച ഒരു ഏരിയയിൽ അത് അലൈൻഡ് ആയിട്ടാണോ അവർ വർക്ക് ചെയ്യുന്നത്? അല്ല. കാര്യം പല ആൾക്കാരും പല കൈൻഡ് ഓഫ് ജോബാണ് ചെയ്യുന്നത്. ഈവൻ MBA പഠിച്ച ആൾക്കാരും പല കൈൻഡ് ഓഫ് ആൾക്കാർ പല ടൈപ്പ് ഓഫ് ഒരു ബന്ധമില്ലാത്ത പണിയാണ് ചെയ്യുന്നത്. കൂടുതലും ഒരു മെഡിക്കൽ പ്രൊഫഷൻസ് എടുത്ത് പുറത്തു പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലും സക്സസ്ഫുൾ ആവാനായിട്ടുള്ള റേഷ്യോ കൂടുതൽ. അല്ലാത്ത ആൾക്കാർ കൂടുതലും ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവിടെ പഠിച്ചിട്ട് അവർ ഏതെങ്കിലും ഒരു പണി ചെയ്യുവാണ്. അവർ സ്റ്റിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് ഏരിയ എന്ന് അവർക്ക് പലർക്കും അറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു കൺട്രി ചൂസ് ചെയ്യുന്നതിന് പകരം ഇനിഷ്യലി നമ്മൾ ആരാണ്, നമുക്ക് എന്താണ് വേണ്ടുന്നത്, ഏത് കോഴ്സാണ് നമുക്ക് ബെറ്റർ, അതിനുശേഷം മാത്രം നിങ്ങളൊരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കൺട്രി ചൂസ് ചെയ്ത് പോവുക. അതായത് ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും പറയുന്നതായിട്ട് ഒരു കൺട്രി ചൂസ് ചെയ്ത് പോകരുത്. കാര്യം നിങ്ങൾ ലക്ഷക്കണക്കിന് ലോൺ എടുത്ത് അല്ലെങ്കിൽ കുറേ കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തായിരിക്കും അവിടെ പോകുന്നത്. അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ അത് നിങ്ങൾ നോക്കുക. കാര്യം നമ്മുടെ ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് പറ്റിയ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റിയ കൺട്രി ഏതാണ്, നമ്മുടെ ഗ്രോത്തിന് പറ്റിയ കൺട്രി ഏതാണ്, അതിനുശേഷം മാത്രം നിങ്ങൾ പോയി. ഇപ്പോൾ ഈവൻ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ ഒരു എൻവയോൺമെൻറ്റ് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്ത് പുറത്തോട്ട് പോകാൻ നോക്കുക. അല്ലാതെ ആരെങ്കിലും പറയുന്ന ഒരു സ്കാമിൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്, അവിടെ പോയാൽ ഇന്നത് കിട്ടും, നിങ്ങൾ കൂടുതലും പഠിച്ചിറങ്ങിയ ആൾക്കാരുടെ നിങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്ത് നോക്കുക. അവർ പഠിച്ച സ്ട്രീമിലാണോ ജോലി ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് അത് നോക്കുക. നമ്മൾ അത്യാവശ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്താണല്ലോ നമുക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഒരു കരിയർ എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാര്യം ഇപ്പോൾ പല ഏജൻസി പല ആൾക്കാരും പല കോഴ്സസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല, അത് പല ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെന്നൊന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുക. കാര്യം വേറെ ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല. എൻഡ് ഓഫ് ദ ജേർണിയിൽ ഈ ഒരു ലൈഫ് നിങ്ങൾ മാത്രമായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അധികം റിസ്ക് എടുക്കാതെ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടും വിഷൻ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു കോഴ്സ് ചെയ്ത് പുറത്തോട്ടാണെങ്കിലും ഏതൊരു കോളേജ് ആണെങ്കിലും ഏതൊരു കൺട്രി ആണെങ്കിലും നിങ്ങൾ അതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈഫിൽ പീസ്ഫുൾ ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും.